പരാഗ്വയെ എതിരില്ലാത്തൊരു ഗോളിന് തകർത്ത് ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിൽ. പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച രക്ഷകനായ കിലിയൻ എംബപ്പെ ലോകകപ്പിൽ ഫ്രാൻസിന് 150 ഗോളുകൾ തികഞ്ഞു. ആദ്യ പകുതിയിലെ തകർപ്പൻ പ്രകടനത്തിന്റെ ആവേശം ചോർന്നുപോയ കളിയിലൊടുവിൽ വീണ് കിട്ടിയ പെനാൽറ്റി കൃത്യമായി വലയിലാക്കി ഫ്രാൻസ് ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. കരുത്തരായ പരാഗ്വയ്ക്കെതിരെ 1-0 ഫ്രഞ്ച് പടയുടെ ജയം. മത്സരത്തിന്റെ 70-ാം മിനിറ്റിൽ പരാഗ്വേയൻ മിഡ്ഫീൽഡർ ഡിയേഗോ ഗോമസ് വരുത്തിയ ഫൗളാണ് കളിയിൽ നിർണായകമായത്. ഇതിന് ലഭിച്ച പെനാൽറ്റി കിക്ക് ലക്ഷ്യത്തിലെത്തിച്ച് സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഫ്രാൻസിന്റെ രക്ഷകനാവുകയായിരുന്നു. ഈ ഗോളോട് കൂടെ ലോകകപ്പ് ചരിത്രത്തിൽ 150 ഗോളുകൾ തികയ്ക്കുന്ന 4ാമത്തെ ടീമെന്ന റെക്കോർഡും ഫ്രാൻസ് സ്വന്തമാക്കി. നിലവിൽ ബ്രസീൽ 246, ജർമ്മനി 243, അർജന്റീന 163 എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഈ നേട്ടത്തിൽ ഫ്രാൻസിന് മുന്നിലുള്ളത്. ഈ ലോകകപ്പിൽ 7ാമത്തെ ഗോൾ കുറിച്ച എംബപ്പെ 2 അസിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മികച്ച പ്രകടനത്തോടെ ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ലയണൽ മെസ്സിയെ മറികടന്ന് വീണ്ടും ഒന്നാമതെത്തി. 3 ലോകകപ്പുകളിലായി 19 മത്സരങ്ങൾ കളിച്ച എംബപ്പയുടെ ആകെ ഗോൾ നേട്ടം ഇതോടെ 19ആയി ഉയർന്നു. 20 ഗോളുകളുമായി മെസ്സി മാത്രമാണ് ഇനി താരത്തിന് മുന്നിലുള്ളത്. പരാഗ്വയ്ക്കെതിരായ ജയത്തോടെ കഴിഞ്ഞ 4 ലോകകപ്പുകളിലും തുടർച്ചയായി ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ടീമെന്ന ചരിത്ര നേട്ടവും ഫ്രാൻസ് സ്വന്തം പേരിൽ കുറിച്ചു. ക്വാർട്ടറിലെ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയാണ് ഫ്രാൻസിന്റെ അടുത്ത എതിരാളികൾ. മത്സരത്തിന്റെ തുടക്കത്തിൽ കളം നിറഞ്ഞു കളിച്ച ഫ്രാൻസ് ആദ്യ 10 മിനിറ്റിൽ പരാഗ്വയെ പ്രതിരോധത്തെ വിറപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ശക്തമായി പ്രതിരോധ കോട്ട തീർത്ത പരാഗ്വയെ ഭേദിക്കാൻ ഫ്രഞ്ച് പട നന്നേ പാടുപെട്ടു. മത്സരത്തിന്റെ 22-ാം മിനിറ്റിലാണ് പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്നെങ്കിലും ഒരു ഗോൾ ശ്രമം നടത്താൻ പോലും ഫ്രാൻസിന് സാധിച്ചത്. ഇതിനിടെ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം പരാഗ്വയെ തുടർച്ചയായ 2 മുന്നേറ്റങ്ങളുമായി ഫ്രഞ്ച് ബോക്സിലേക്ക് ഇരച്ചുകയറി. കളി മുറുകുന്നതിനിടെ മൈതാനത്ത് നാടകീയ രംഗങ്ങളും അരങ്ങേറി. പ്രത്യാക്രമണവുമായി കുതിച്ച ആൻഡ്രേ കുബാസിനെ കിലിയൻ എംബപ്പെ കൈകൊണ്ട് തള്ളി മാറ്റിയത് ഇരു ടീമിലെയും കളിക്കാർ തമ്മിലുള്ള വാക്കേറ്റത്തിനും കയ്യാങ്കളിക്കും കാരണമായി. റഫറി ഇടപെട്ടാണ് ഒടുവിൽ രംഗം ശാന്തമാക്കിയത്. മത്സരത്തിലുടനീളം പരുക്കൻ അടവുകൾ പുറത്തെടുത്ത് ഇരു ടീമുകളിലെയും താരങ്ങൾ പലപ്പോഴും മൈതാനത്ത് കൊമ്പുകോർക്കുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത്. അതേസമയം ലോകകപ്പ് പ്രീ ക്വാർട്ടറിലെ ആവേശ പോരാട്ടത്തിൽ കാനഡയെ തകർത്ത് മൊറോക്കോ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു അറ്റ്ലസ് ലയൺസിന്റെ തകർപ്പൻ വിജയം. 2ാം പകുതിയിൽ പിറന്ന 3 ഗോളുകളാണ് കാനഡയുടെ ലോകകപ്പ് മോഹങ്ങൾ അവസാനിപ്പിച്ചത്. മൊറോക്കോയ്ക്കായി അസദിൻ ഔനാഹി ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ സുഫിയാന റഹീമി 3ാം ഗോൾ സ്വന്തമാക്കി. ആദ്യ പകുതിയിൽ കാനഡയിൽ നിന്നും ശക്തമായ വെല്ലുവിളി നേരിട്ട ശേഷമാണ് മൊറോക്കോ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നത്. ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെയായിരിക്കും ഇവർ നേരിടുക. മത്സരത്തിന് തുടക്കം മുതൽ ഇരു ടീമുകളും വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യമാണ് കാഴ്ചവെച്ചത്. ആദ്യ മിനിറ്റുകളിൽ കാനഡയാണ് മത്സരത്തിൽ മേധാവിത്വം പുലർത്തിയത്. കാനഡയുടെ നിരന്തരമായ മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാൻ മൊറോക്കോ തുടക്കത്തിൽ നന്നായി പാടുപെട്ടു. 5ാം മിനിറ്റിൽ തന്നെ കാനഡയുടെ സൂപ്പർ താരം ജൊനാഥൻ ഡേവിസിന് ഗോൾ നേടാൻ മികച്ചൊരവസരം ലഭിച്ചെങ്കിലും മൊറോക്കോ ഗോൾ കീപ്പർ യാസിൻ ബൗനയുടെ തകർപ്പൻ സേവ് അറ്റ്ലസ് ലയൺസിന് രക്ഷയായി മാറുകയായിരുന്നു.